രാവിലെ എണീറ്റ ഒരു ഓട്ടപ്പാച്ചിലാണ് മക്കളെ, ഓട്ടപ്പാച്ചിലാണ്. തലേദിവസം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കിടക്കും. പക്ഷേ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആന വരണ്ടു വന്നാൽ പോലും ആരും അറിയില്ല. അലാറം കേൾക്കുമ്പോൾ നമ്മൾ ഓഫാക്കും, വീണ്ടും ഓണാവും, പിന്നെ ഓഫാക്കും. അത് അതിൻ്റെ വഴിക്ക് കിടന്ന് അടിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോൾ എണീറ്റ് ഒരു ഓട്ടം തുടങ്ങും. അപ്പോൾ വേഗം വന്ന് പല്ലൊക്കെ തേച്ചതിന് ശേഷം പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് ഇഞ്ചക്ഷൻ കുല്ലിട്ട് ചോറൊക്കെ വെച്ച്, ചോറിനുള്ളതൊക്കെ വെച്ച്, അതിപ്പോൾ ചോറൊന്ന് പകുതിയാകുമ്പം തന്നെ, വെന്തൊന്ന് പകുതിയാകുമ്പം തന്നെ ഞാൻ പുറത്തോട്ട് അടുപ്പിലോട്ടാക്കും കേട്ടോ. ഇന്നത്തേക്ക് നമുക്ക് ബീട്രൂട്ട് തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട്, ചോപ്പർ കുട്ടപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എളുപ്പമായി കേട്ടോ. അപ്പോൾ അതും ഒന്ന് അടിച്ച് തോരത്തിനുള്ളതൊക്കെ ആക്കി, ഇത് അതേപോലെ തന്നെ ഇന്ന് തേങ്ങ അരച്ച മീൻ കറിക്കുള്ളത് അതും ഒന്ന് അടുപ്പിലോട്ടൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടി രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പുട്ടെന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് 2 പേർക്ക്. കണ്ടുകൂടാത്തൊരു സാധനമാണ് കേട്ടോ. അവർ പുട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പോലും അവർ വരത്തില്ല. അവർക്ക് ദോശയും സാമ്പാറും ഒക്കെ ആണ് ഇഷ്ടം കേട്ടോ. നമ്മളെ കഷ്ടപ്പാടൊന്നും അവർ മനസ്സിലാക്കുന്നത്, അമ്മ നമുക്ക് തള്ളി അങ്ങ് മറിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്, വൈകിട്ടായാലും ഒന്നും കട്ടിയാവേ ഒന്നും ചെയ്യൂല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഈ പുട്ടിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി. അപ്പം അതിൻ്റെ ഇടയിൽ മുട്ട പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ വിളിക്കുകയാണ് കേട്ടോ, ചേച്ചി വന്ന് എന്നെ റിലീഫ് ചെയ്യൂ, എന്നെ കുട്ടിയിൽ നിന്ന് റിലീസ് ചെയ്യൂ. അങ്ങനെ വന്ന് പിന്നെ അതൊക്കെ ഒന്ന് തള്ളി മറിച്ച് വെച്ചതിന് ശേഷം ബാക്കി പരിപാടി ഇതെല്ലാം ചെയ്തു വെച്ചാൽ പോരല്ലോ, ഇനി നമ്മളൊന്ന് പാത്രത്തിലോട്ടാക്കണമല്ലോ. അപ്പോൾ അതെല്ലാം പാത്രത്തിലോട്ടൊന്നൊക്കെ വെച്ച് തോരനും മീൻകറിയും മുട്ട പൊരിച്ചതും ചോറും എല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം പിന്നെ കുക്കുംബറും അതേപോലെ സവാളയൊക്കെ അരിഞ്ഞൊന്ന് പാത്രത്തിലോട്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ശ്വാസം വിട്ട് സമാധാനമായി. അപ്പോൾ ചേട്ടൻ 8:30 8:45 ചേട്ടനും പോവും. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി, നമ്മളെ പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.